ഞാൻ ഈ മനുഷ്യനെ കുറച്ചു കാലമായി കാണാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. പാർട്ടിക്കുള്ളിലുള്ള സമയത്ത് ആരോടും ഞാൻ ചിരിക്കുന്ന കണ്ടിട്ടില്ല, ആരോടും ചിരിക്കുന്ന കണ്ടിട്ടില്ല. പക്ഷെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം എന്തൊരു ചിരിയാണ്, എന്തൊരു സന്തോഷം. പാർട്ടിക്കെതിരെ കടന്നാക്രമണം നടത്താൻ വേണ്ടി എന്തൊരു സന്തോഷം. കഴിഞ്ഞ നായനാർ ദിനത്തിന് ഞാൻ കല്യാശ്ശേരി ഒരു പ്രസംഗം നടത്തി. ഞാൻ പറഞ്ഞു, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ന്യൂനപക്ഷ വർഗീയത തിമർത്താടിയ തെരഞ്ഞെടുപ്പാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ന്യൂനപക്ഷ വർഗീയത മാത്രമല്ല, ഭൂരിപക്ഷ വർഗീയതയും രണ്ടും പറയുന്നതിന്റെ ഇടയിൽ ന്യൂനപക്ഷ വർഗീയത എടുത്തു പറയുന്ന ഭാഗം മാത്രം അടർത്തിയെടുത്തു ചെല്ലും. എന്നിട്ട് മീഡിയ വൺ അന്ന് രാത്രി ചർച്ച ന്യൂനപക്ഷങ്ങളെ ആകെ വർഗീയവാദികളാക്കി മാറ്റി. ന്യൂനപക്ഷ വർഗീയത എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ന്യൂനപക്ഷങ്ങൾ വർഗീയവാദികളാണ് എന്നാണോ? ഭൂരിപക്ഷ വർഗീയത എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഭൂരിപക്ഷ മതവിഭാഗത്തിൽപ്പെടുന്നവരുടെ ആകെ വർഗീയവാദികളാണ് എന്നാണ് അർത്ഥം. ന്യൂനപക്ഷ വർഗീയത എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കേരളത്തിന്റെ അനുഭവത്തില് അത് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന വർഗീയതയാണ് ന്യൂനപക്ഷ വർഗീയത. ഭൂരിപക്ഷ വർഗീയത എന്ന് പറഞ്ഞാൽ സംഘപരിവാറിന്റെ നവഭാസിസത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വർഗീയതയാണ് ഭൂരിപക്ഷ വർഗീയത. ഇവിടെ പയ്യന്നൂരിലെ MLA ഉടനെ തന്നെ പത്രസമ്മേളനം നടത്തിയിട്ട് പറയാണ്, CPM നേതൃത്വത്തിന്റെ BJPയുമായിട്ടുള്ള ബാന്ധവം പുറത്തു വന്നിരിക്കുന്നു, ന്യൂനപക്ഷങ്ങളെയാകെ വർഗീയവാദികളാക്കിയിരിക്കുന്നു. പാർട്ടിയുടെയും ഇടതുപക്ഷത്തിന്റെ സകല രേഖകളും എടുത്ത് പരിശോധിച്ചാൽ അതിലെല്ലാം കേന്ദ്ര കമ്മിറ്റി മുതൽ ഇങ്ങോട്ടേക്കുള്ള സകല കമ്മിറ്റികളുടെ രേഖയിൽ കാണാം മൈനോറിറ്റി കമ്മ്യൂണലിസം, മെജോറിറ്റി കമ്മ്യൂണലിസം. ന്യൂനപക്ഷ വർഗീയത എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയുള്ള നറേറ്റീവ് ഏറ്റുപിടിക്കുകയല്ലേ കൂടുതലല്ലേ പാർട്ടി ആക്രമിക്കാൻ. എന്നിട്ട് എന്താ പറയുന്നത്? BJPയുമായിട്ടുള്ള ബാന്ധവം പുറത്തു വന്നിരിക്കുന്നു. ഞാനൊരു കണക്കെടുത്ത് നോക്കി. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടെ BJPക്ക് 18,000-ലേറെ വോട്ട് കിട്ടിയിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോക്കുമ്പോഴത്തേക്ക് BJPയുടെ വോട്ട് 8,000-ആയി ചുരുങ്ങി. ആ വോട്ട് പരിശോധിച്ച് നോക്കുമ്പോ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള കണക്കെടുത്ത് നോക്കുമ്പോ ആ വോട്ടൊക്കെ നേരെ പാറിപ്പറന്ന് പോയിരിക്കുകയാണ്. 10,300ഓളം വരുന്ന വോട്ട് പാറിപ്പറന്ന് പോയിരിക്കുക വി കുഞ്ഞികൃഷ്ണന്റെ പെട്ടിയിലേക്ക്. എന്നിട്ട് പെട്ടിയിലേക്ക് BJPയുടെ വോട്ട് വാങ്ങിയിട്ട് ലജ്ജയില്ലാതെ BJPയുമായിട്ട് ബന്ധമുണ്ടാക്കിയിട്ട് പാർട്ടിക്കെതിരായിട്ടല്ലേ? പാർട്ടി BJPയുമായിട്ട് ബന്ധമുണ്ടാക്കുന്ന ഒന്നല്ലേ? നോക്കൂ, ധനരാജ് രക്തസാക്ഷിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് നുണപ്രചരണം നടത്തിയത്. സഖാവ് ധനരാജിന്റെ പേര്, ധനരാജ് രക്തസാക്ഷി ദിനമായ അന്നേ ദിവസം തന്നെ ഈ പയ്യന്നൂരിൽ MLAയുടെ ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ആ MLA ഓഫീസിലേക്ക് വന്നൊരാൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നതിൽ ആശംസ പറയാൻ വേണ്ടി വന്നയാള് ഇവിടെയുള്ള RSSകാരനായ BJPക്കാരനായ ഒരാള്. എന്നിട്ട് അയാൾ പറഞ്ഞു, പയ്യന്നൂരിൽ ഇതുവരെ ഒരു MLAയും ഞങ്ങളുടെ MLA ഉണ്ടായിരുന്നില്ല, എന്നാൽ ഇപ്പോഴിതാ പയ്യന്നൂരിൽ ഞങ്ങളുടെ സ്വന്തം MLA ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നുവെന്ന് ധനരാജിന്റെ കൊലയാളികൾ വിളിച്ചു പറയുമ്പോ മിസ്റ്റർ വി കുഞ്ഞികൃഷ്ണൻ, നിങ്ങൾ ധനരാജിന്റെ പേരുച്ചരിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശം? എന്നിട്ട് പറയാണ്, ഞങ്ങൾ BJPയുമായിട്ട് ഡീൽ. നിങ്ങൾ നോക്കുമ്പോ പാർട്ടിയെ കടന്നാക്രമിക്കല്ലേ, പെരുന്നുണകളെ പ്രചരിപ്പിച്ചുകൊണ്ട് പാർട്ടിക്കെതിരായിട്ടല്ലേ? എന്തൊക്കെ കഥയാ? ഞങ്ങൾ പറഞ്ഞു വി കുഞ്ഞികൃഷ്ണൻ വർഗപഞ്ചകന. ഇപ്പൊ പാർട്ടി തെരഞ്ഞെടുപ്പ് റിവ്യൂ നടത്തിയപ്പോ ഞങ്ങൾ തന്നെ കണ്ടു, പെരുന്നുണ ഇങ്ങനെ വലിയ നിലയിൽ പ്രചരിപ്പിക്കുമ്പോ ആ പ്രചരിക്കുന്നതിനിടയിൽ ജനങ്ങളുടെ ഇടയിൽ ആ പ്രചരണം വലിയ നിലയിൽ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള സമയമൊന്നും ഞങ്ങൾക്കില്ല, പാർട്ടിക്കില്ല. ആ സമയമില്ലാത്തതുകൊണ്ട് ആ സമയത്ത് ആലോചിച്ച് സ്ഥാനാർത്ഥിയെ മാറ്റുന്നതായിരുന്നു നല്ലത്. അല്ലാണ്ട് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ ശരിയാണെന്ന് കേട്ടിട്ടല്ല, സ്ഥാനാർത്ഥിയെ മാറ്റുന്നതായിരുന്നു നല്ലത്. അപ്പൊ ഉടനെ തന്നെ കുഞ്ഞികൃഷ്ണൻ, ഞാൻ പറഞ്ഞ ശരിയായില്ലേ? നിങ്ങൾ പറഞ്ഞ ഗുണപ്രചരണം ശരിയാണ് എന്നതിന്റെ അർത്ഥം, അതിന്റെ അർത്ഥം നിങ്ങൾ നടന്നുണ്ടാക്കിയ പുകമറിയുണ്ട്. ആ പുകമറിയുടെ പശ്ചാത്തലത്തിൽ പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നുണ പറയുമ്പോ വളരെ പെട്ടെന്ന് സത്യം ചെരുപ്പിടുന്നതിന് മുമ്പ് നുണ ലോകം സഞ്ചരിച്ചു വരുമെന്നാണല്ലോ സാധാരണ പറയാറുള്ളത്. ആ നുണ കുറെ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷെ സത്യമായി പുറത്തു വരിക തന്നെ ചെയ്യും. അത് ഈ നാട് കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് നിങ്ങൾ ഓർക്കണം. ഇപ്പൊ ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചില മാധ്യമങ്ങൾ അല്ലാണ്ട് ബേജാറായി.
ഇത് പാർട്ടി അറിഞ്ഞിട്ടാണോ? ഇത് മൻസൂറിന്റെ വ്യക്തിപരമായിട്ടാണോ? പാർട്ടി ആലോചിച്ച് ഞാൻ ഉത്തരവാദിത്തോടെ പറയാണ്, ഈ പാർട്ടിയാണ്, ഇടതുപക്ഷമാണ്, CPIM ആണ് കേസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. കോടതിയിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഞങ്ങൾ അങ്ങനെയാ ജനങ്ങളെ സമീപിക്കാൻ വേണ്ടി പോകുന്നത്. കോടതിയിൽ ഞങ്ങൾ തെളിയിക്കും. നിങ്ങൾ നടത്തുന്ന നുണപ്രകടനങ്ങളുണ്ടല്ലോ, ആ പ്രകടനങ്ങളുമായി നിങ്ങൾ കോടതിയിലെത്തും. നിയമപരമായി നിങ്ങൾ വാ. ഞങ്ങൾ നിയമപരമായി കോടതിയെ സമീപിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. നുണക്കോട്ടകളാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. ആ നുണക്കോട്ടയുടെ മേലെ ആണ് നിങ്ങൾ തൽക്കാലം ജയിച്ച MLA ആയത്. ആ ജയിച്ച് MLA ആയതിന് വോട്ട് ചെയ്ത സാധാരണക്കാരായിട്ടുള്ള നിഷ്കളങ്കരായ മനുഷ്യരുണ്ടാവും. ആ മനുഷ്യർ ഈ പാർട്ടിയുടെ ശരീരത്തിന്റെ ഭാഗമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൂടി. അങ്ങനെയുള്ള മനുഷ്യരെ ഞങ്ങൾ വസ്തുത പറഞ്ഞ് ബോധ്യപ്പെടുത്തി, തെളിവ് സഹിതം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് വരും. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് എന്താ? ഞങ്ങളുടെ പാർട്ടി CPIM മുതലാളിമാരുടെ പാർട്ടിയാണ്. മുതലാളിമാരുടെ പാർട്ടിയാണ് CPIM. അതുകൊണ്ടാണ് ആ മുതലാളിമാരെ ഞാൻ പാർട്ടിക്കുള്ളിൽ ഒന്ന് ചോദ്യം ചെയ്തു. അങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഞാൻ പാർട്ടിക്ക് അനഭിമാനിതനായത്. അങ്ങനെയാണ് ഞാൻ വർഗപറ്റനായത്. നല്ല വാദം തന്നെയാണ്. മുതലാളിമാരുടെ പാർട്ടി. ഈ പുള്ളിക്കാരൻ പോയിട്ട് നേരെ ഷാളിട്ട് കൊടുത്തത് VD സതീശനാണ്. ഈ കറിയില്ലേ, സതീശൻ മുഖ്യമന്ത്രിയായ ഉടനെ തന്നെ കയ്യിൽ വെച്ച വകുപ്പ് തുറമുഖ വകുപ്പാ. ആർക്ക് വേണ്ടിയാ? മംഗലാപുരത്തേക്ക് ഒരു യാത്ര നടത്തി, പ്രത്യേക വിമാനത്തിൽ യാത്ര. ഇപ്പൊ പ്രത്യേക ഹെലികോപ്റ്ററിലും പ്രത്യേക വിമാനത്തിലുള്ള യാത്രയാണല്ലോ നാടറിയുന്നത്. പ്രത്യേക വിമാനത്തിൽ യാത്ര അതിനു വേണ്ടിയിട്ട് ഒരാളെ അസുഖമായതുകൊണ്ട് കാണാൻ പോയി എന്നാണ് ആദ്യം പറഞ്ഞത്. ഒരു കോൺഗ്രസ് നേതാവിന്റെ ബന്ധുവിന അസുഖമായതുകൊണ്ട് കാണാൻ പോയി. ഇപ്പൊ നാട്ടുകാർക്ക് കാര്യം മനസ്സിലായി. അദാനിയുടെ പ്രതിനിധികളെ കാണാൻ വേണ്ടി പോയതാണ് എന്നുള്ളത് മനസ്സിലായി. മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പാണ് ഞങ്ങളൊരു ചോദ്യം ചോദിച്ചു. ആ ഫ്ലൈറ്റിന് കൊടുത്ത തുക ആരാണ് കൊടുത്തത്? സ്പെഷ്യൽ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ 40 ലക്ഷം ഉറുപ്പിക വേണം. ആ 40 ലക്ഷം ഉറുപ്പിക ആര് കൊടുത്തു? VD സതീശൻ പോക്കറ്റിൽ എടുത്ത് കൊടുത്തോ? അല്ല, മറ്റാരെയും കൊടുത്തോ? അദാനിയാണ് കൊടുത്തതെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് അറിയില്ലേ? ആര് കൊടുത്തു എന്ന് പറയേണ്ട മുഖ്യമന്ത്രി. എന്തിനു വേണ്ടിയാ കൊടുത്തേ? വിഴിഞ്ഞം പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി 2400 കോടി ഉറുപ്പിയാണ് അദാനി ചെലവഴിച്ചത്. 2400 കോടി ഉറുപ്പിയ. സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് 5400 കോടി ഉറുപ്പിയാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടാക്കിയ കരാറാണ്. 5400 കോടി ഉറുപ്പിയ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ പോർട്ടുണ്ടാക്കുക. 2400 കോടി ഉറുപ്പിയ അദാനിയും അതിനകത്ത് പങ്കുവഹിക്കുക. എന്നിട്ട് അദാനിക്ക് 10-45 വർഷം ഈ പോർട്ട് നടത്താനുള്ള സമ്പൂർണമായ അധികാരം കൊടുക്കുക. സംസ്ഥാന സർക്കാരിന് ഇതിന്റെ വിഹിതം കിട്ടാൻ വേണ്ടി പോകുന്ന 2035 മുതലാണ്. അത് കിട്ടുന്ന വിഹിതം എത്രയാണെന്നറിയാം? ആകെ കിട്ടുന്ന വരുമാനത്തിന്റെ 1% സംസ്ഥാന സർക്കാരിന് കിട്ടുന്നു. ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാറാണ്. ആ കരാർ ലംഘിക്കാൻ വേണ്ടി കഴിയില്ല. കരാറുമായി മുന്നോട്ടേക്ക് പോകണം. അങ്ങനെയാണ് LDF സർക്കാർ ആ കരാറുമായി മുന്നോട്ടേക്ക് പോയിട്ട് വോട്ട് യാഥാർത്ഥ്യമാക്കിയത്. കരാറുണ്ടാക്കി എന്നല്ലാതെ അതിനുവേണ്ടിയുള്ള ഏസ് ഇറക്കിയ, അതിനുവേണ്ടി TS ഇറക്കിയ, അതിനുവേണ്ടി പണം മുഴുവൻ ചെലവഴിച്ച സർക്കാരിന്റെ പേരാണ് സർക്കാർ വോട്ടുണ്ടാക്കി. എന്നിട്ടോ 2400 കോടി ഉറുപ്പിക ചെലവഴിച്ച അദാനി അവരുടെ ഓഹരിയുടെ 49% വിൽക്കുകയാണ്. വിൽക്കുന്ന ആർക്കാന്നറിയോ? MSC എന്ന് പറയുന്ന ഒരു ഷിപ്പിംഗ് കമ്പനിക്ക്, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി. എത്ര തൂക്കാന്നറിയോ? 13,000 കോടി ഉറുപ്പിക. 2400 കോടി ഉറുപ്പിക ചെലവഴിച്ച അദാനി ആ ചെലവഴിച്ച പോർട്ട് ഉദ്ഘാടനം ചെയ്ത ഉടനെ തന്നെ UDF സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ 13,000 കോടി ഉറുപ്പിക്ക് വെറും 49% ഓഹരി വെക്കുന്നു. നോക്കണം, അദാനിക്ക് ഉണ്ടായിട്ടുള്ള നേട്ടമത്രേ നിങ്ങൾ ആലോചിച്ച് നോക്കി. അതിന്റെ നിയമപരമായ കാര്യത്തിൽ ഞാൻ കിടക്കുന്നില്ല. മുൻകൂട്ടി അനുമതി വാങ്ങേണ്ട ഉൾപ്പെടെയുള്ള നിയമപരമായ കാര്യമുണ്ട്. അതൊക്കെ അദാനിക്ക് അങ്ങ് ഒഴിവായി കൊടുത്തു. നിങ്ങൾ മുന്നോട്ട് പോയിക്കോ, ഞാനെല്ലാം ചെയ്തു തരാം എന്ന് പറയുന്ന VD സതീശന്റെ മുന്നിൽ കൊണ്ടിട്ട് വെക്കുന്ന മിസ്റ്റർ V കുഞ്ഞികൃഷ്ണൻ, നിങ്ങൾ